ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോമി 14 ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഷോമി 14 ക്യാമറ എത്രത്തോളം നല്ലതാണെന്നുള്ളതാണ്. നമ്മൾ ആക്ച്വലി അൺബോക്സിങ് വീഡിയോയിലും പറയേണ്ടത് നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണെന്നുള്ളത്. എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാമറയിൽ ഇൻഡെപ്ത് കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇത് ലൈക്ക ബ്രാൻഡഡ് ക്യാമറയാണ്. വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈക്ക ബ്രാൻഡിങ് 40,000 രൂപയ്ക്ക് താഴെ വരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ലൈക്ക ബ്രാൻഡിങ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിലാണ് മാത്രം കണ്ടത് ഷോമിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസിങ് അടക്കം 39,999 ആണ്. അപ്പോൾ ആ ഒരു പ്രൈസിങ്ങിലേക്ക് ലൈക്ക വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ സെഗ്മെൻ്റ് ആയി എന്ന് പറയാം. കാരണം പ്രീമിയം ഫ്ലാഗ്ഷിപ്പായിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറേ കൂടെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻ്റാന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ക്യാമറ ഹാർഡ്വെയർ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറ സാമ്പിൾസിലേക്ക് പോകാം. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഇതിനകത്ത് 50 മെഗാപിക്സൽ ലൈറ്റ് 800 ഇമേജ് സെൻസറാണ് വരുന്നത്. ലൈക്ക വാരിയോ സമിലെക്സ് ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫഷണൽ ഒപ്റ്റിക്കൽ ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. f1.63 അപ്പേച്ചറാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡറി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ടെലിഫോട്ടോ ലെൻസാണ്. 50 മെഗാപിക്സൽ f1.8 അപ്പേച്ചർ, 2x സൂം, 50mm ക്ലാസിക് പോർട്രേറ്റ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ലെൻസ് ആണ് ലൈക്കേൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 12 മെഗാപിക്സൽ ഷൂട്ടറാണ്. അതിനൊപ്പം തന്നെ 15mm ഫോക്കൽ ലെങ്ത് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി സെൽഫി ക്യാമറയിലേക്ക് പോകും. ഇവിടെ ഡ്യുവൽ സെൽഫി ക്യാമറയാണ്. ഈ ഡ്യുവൽ സെൽഫി ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് 4 സൂം ലെവൽസ് ആണുള്ളത്. 0.6x, 0.8x, 1x, 2x അങ്ങനെ 4 സൂം ലെവൽസ് ആണ് വരുന്നത്. പ്രൈമറി 32 മെഗാപിക്സൽ ക്യാമറയിൽ f2.0 അപ്പേച്ചറാണ്. അതിനൊപ്പം തന്നെ ALD കൂട്ടിങ്ങും ഓട്ടോ ഫോക്കസും ഉണ്ട്. ഇനി സെക്കൻഡറി സെൽഫി ക്യാമറ എന്ന് പറഞ്ഞാൽ 32 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അത് 18mm ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. f2.4 അപ്പേച്ചറാണ്. ഇനി എല്ലാ ക്യാമറയിലും, അതായത് ഈ 5 ക്യാമറയിലും 4K വീഡിയോ സപ്പോർട്ടഡ് ആണെന്നുള്ളത് വേറൊരു പ്രത്യേകതയും കൂടിയാണ്. ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസിലേക്ക് എടുക്കാം. എത്രത്തോളം നല്ലത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈമറി 50 മെഗാപിക്സൽ ക്യാമറയിൽ നിന്ന് എടുത്ത സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഡീറ്റെയിൽസ് ആണ്. വളരെ ഷാർപ്പ് ഇമേജ് ആണ്. അതേപോലെ തന്നെ കളർ റിപ്രൊഡക്ഷൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. സ്കൈ കളേഴ്സ് ഒന്നും തന്നെ ഓവർ ബൂസ്റ്റിംഗ് ഇഷ്യൂസ് ഇല്ല, ഓവർ സാച്ചുറേഷൻ ഇഷ്യൂസ് ഇല്ല. എല്ലാം തന്നെ നമ്മൾ ലൈക്ക വൈബ്രന്റ് മോഡിലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരുപാട് മോഡ്സ് ഉണ്ട്. ഈവൻ ഷാർപ്നെസ് നമ്മൾ സൂം ഇൻ ചെയ്ത് നോക്കിയാലും നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിൽ പ്രൈമറി ക്യാമറയിൽ നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഗ്രീൻസ് ചെറിയ രീതിയിൽ റിച്ചർ ടോൺസ് ആണ്. എന്നാൽ അത് നമുക്ക് വേണമെങ്കിൽ ലൈക്ക ഒത്തൻറ്റിക് മോഡിൽ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ കളേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓവറോൾ ക്വാളിറ്റി നല്ലൊരു ഷാർപ്പ് ഡീറ്റെയിൽസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ക്യാമറ നല്ലൊരു ക്വാളിറ്റി എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. ഇനി അൾട്രാ വൈഡിലേക്ക് പോകുമ്പോൾ 15mm ഫോക്കൽ ലെങ്ത് ആണ്. ഇവിടെയും അതേ കളർ കൺസിസ്റ്റൻസി തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സെയിം കളേഴ്സ് ആണ് പ്രൈമറി ക്യാമറയിൽ, അതും നല്ലതാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ഷാർപ്നെസ് ലെവൽസും ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയാം. ഇനി 50mm ഫോക്കൽ ലെങ്ത്തിലാണ് 2x സൂമിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ക്വാളിറ്റി നമുക്ക് കാണാം. എഗെയിൻ സെയിം കളർ കൺസിസ്റ്റൻസി ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് ലെവൽസും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ക്യാമറാസും നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അത് നമുക്ക് ഫിൽറ്റേഴ്സ് വെച്ച് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ക്ലോസപ്പ് ഷോട്ട്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വൈബ്രൻറ്റും റിച്ച് അതേപോലെ ഷാർപ്പ് ഇമേജസ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പോരായ്മ എന്ന് വെച്ചാൽ മാക്രോ ക്യാമറ ഇതിനകത്ത് മിസ്സിംഗ് ആണെന്നുള്ളതാണ്. ഷോമീൻ്റെ മെറ്റെ 14 സീരീസിലെല്ലാം തന്നെ മാക്രോ ക്യാമറ ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല. പക്ഷേ നമുക്ക് 2x ടെലിഫോട്ടോ വെച്ച് അത്യാവശ്യം കുറച്ച് ലെവൽ ഓഫ് മാക്രോസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി പോർട്രേറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ പോർട്രേറ്റ്സിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പോർട്രേറ്റ് ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി മാസ്റ്റർ പോർട്രേറ്റും ഉണ്ട്, ലൈക്ക പോർട്രേറ്റ് ഓപ്ഷനും ഉണ്ട്. ഈവൻ മാസ്റ്റർ പോർട്രേറ്റിലാണെങ്കിൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. 35mm ഡോക്യുമെൻ്ററി, 50mm മോഡ്, അതേപോലെ 90mm സോഫ്റ്റ് ഫോക്കസ്. അല്ലെങ്കിൽ റെഗുലർ മോഡ് പോവുകയാണെങ്കിൽ 25mm 50mm ചെയ്യാം. പിന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് ലൈക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോർട്രേറ്റ്സ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. ലൈക്ക മോഡിലാണെങ്കിൽ കുറച്ചുകൂടെ നാച്ചുറൽ കളേഴ്സ് ആണ്. മാസ്റ്റർ പോർട്രേറ്റ് ആയിട്ട് കുറച്ചൊരു വാമർ ടോൺസ് ആണ് വരുന്നത്. ഓവറോൾ ക്വാളിറ്റി നല്ലതാണ്. എഡ്ജ് ഡിറ്റക്ഷൻ നല്ലതാണ്. ഈവൻ ലോ ലൈറ്റിലെ പോർട്രേറ്റ്സ് നല്ലതാണ്. ലോ ലൈറ്റിലെ പോർട്രേറ്റ്സ് ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നല്ല ക്വാളിറ്റിയാണ്. എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഓവറോൾ പോർട്രേറ്റ്സ് കുഴപ്പമില്ലാത്ത ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഷോമി 14 CV.
ഇനി ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇൻഡോർ ലൈറ്റിൽ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. നോയ്സ് ലെവൽസ് ആണ് വളരെ മിനിമൽ ആയിട്ടാണ് വരുന്നത്. ഇൻഫാക്ട് നോയ്സ് ലെവൽസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒപ്റ്റിക്കലി മേഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽസും റിച്ച് ടോൺസ് ആണ്. ടെക്സ്റ്റേഴ്സ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി എക്സ്ട്രീം ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് നൈറ്റ് മോഡ് ടേൺ ഓൺ ചെയ്യാം. അപ്പോൾ OIS ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഷാർപ്പും നല്ല ഡീറ്റെയിൽഡ് ഇമേജസും ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നല്ല ഒരു സ്കൈൻ്റെ കളേഴ്സ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ ലോ ലൈറ്റ് എക്സ്പീരിയൻസും നല്ലതാണ്. പക്ഷേ സൂം ക്യാമറയും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലും ഒപ്റ്റിക്കലി മേഡ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് അത്രയ്ക്ക് മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല എന്ന് പറയും, പക്ഷേ പ്രൈമറി ക്യാമറയിൽ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ലോ ലൈറ്റ് എക്സ്പീരിയൻസ് Xiaomi 14CV. ഇനി സെൽഫീസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡ്യുവൽ സെൽഫി ക്യാമറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്യുവൽ ക്യാമറ സെൽഫി ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 0.6x മുതൽ നെക്സ്റ്റ് 0.8x പോകാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ റെഗുലർ 1x പോകാം. ഇനി അതും പോരെങ്കിൽ നമുക്ക് 2x സൂമിലും പോകാം. അപ്പോൾ 4 ഡിഫറെൻറ്റ് സൂം ലെവൽസ് ആണ് ഈ 2 ക്യാമറ ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി സെൽഫീസ് ആയിട്ട് എനിക്ക് തോന്നി. ബ്യൂട്ടി മോഡ് ടേൺ ഓഫ് ചെയ്യായിരിക്കും ബെറ്റർ, അതുകൊണ്ട് തന്നെ നല്ല സെൽഫീസ് കിട്ടും. പിന്നെ പോർട്രേറ്റ് സെൽഫീസിലെ എഡ്ജ് ഡിറ്റക്ഷൻ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഷവമിൻ്റെ സെൽഫീസ് പൊതുവേ നല്ലതാവാറില്ല, എന്നാൽ ഇതിലെ സെൽഫീസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എത്രത്തോളം നല്ലതാണ് സെൽഫി ക്യാമറ ഈ ഡിവൈസിൻ്റെ. ഇനി നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകണമെങ്കിൽ 4K 60 FPS ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്യാമറയിലും 4K റെക്കോർഡിംഗ് ഉണ്ട്. പ്രൈമറി ക്യാമറയിൽ 4K 60 FPS ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്, നല്ല റിച്ച് ടോൺസ് ആണ്. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് 1080p 60 FPS ഷാർപ്പ് ഫുട്ടേജ് ആണ്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. സ്റ്റെബിലൈസേഷനും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കളേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇനി ഇതിനകത്ത് സിനിമാറ്റിക് മോഡും ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ല മൂവി മോഡാണ്. ഇതാണ് മൂവി മോഡിലെടുത്ത വീഡിയോസ്. എഗെയിൻ സ്റ്റെബിലൈസേഷൻ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇനി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് പോകണമെങ്കിൽ ഇവിടെയും നമുക്ക് 4K റെക്കോർഡിംഗ് ഉണ്ട്. വൺസ് അഗെയിൻ ക്വാളിറ്റി നല്ലതാണ്. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷനും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ഡെഫിനറ്റ്ലി ഗുഡ് എന്ന് പറയാം. ഇനി സൂം ക്യാമറയിൽ OIS ഇല്ല, എന്നാൽ പോലും വളരെ സ്റ്റേബിൾ ഫുട്ടേജ് ആണെന്ന് പറയാം. ഏറെക്കുറെ സ്റ്റേബിൾ ഫുട്ടേജ് ആണ്. ഇവിടെയും നമുക്ക് 4K റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ OIS ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക EIS വെച്ചാണ് സ്റ്റെബിലൈസേഷൻ ചെയ്തിരിക്കുന്നത്, എന്നാൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. So this is the front facing camera sample taken with the 32 megapixel primary camera on the Xiaomi 14CV. The selfie camera is a dual camera. This is the primary 32 megapixel which is a wide angle camera which can record 4K 30 FPS, and you can judge how good the quality of the video is. So this is the ultra wide angle camera taken using the selfie camera. This is the second 32 megapixel selfie camera which is an ultra wide angle camera which can also record 4K 30 FPS from the selfie camera. So you can judge how good the quality of the videos and also the audio output. അപ്പോൾ ഇതായിരുന്നു Xiaomi 14CV ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. അപ്പോൾ ആസ് എ ഹോൾ എന്ന് വെച്ചാൽ നല്ലൊരു ക്യാമറ സിസ്റ്റമാണ്. അതായത് ഒരു 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്യാമറ ഫോക്കസ് ഡിവൈസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാവുന്ന ഒരു നല്ല പാക്കേജ് ആയിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ വളരെ കോമ്പാക്ട് ഡിവൈസ് ആണ്. പിന്നെ ലൈക്ക ട്യൂൺഡ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, ഒരു പ്രോപ്പർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പാണ്. എല്ലാ ക്യാമറീസിലും 4K റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. ഈവൻ ഡ്യുവൽ സെൽഫി ക്യാമറയിലും 4K റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. അതും നല്ലൊരു ആസ്പെക്റ്റ് ആയിട്ട് പറയും. ഓവറോൾ ക്വാളിറ്റി നല്ലതാണ്. ഇതിനകത്ത് ഇല്ലാത്തൊരു കാര്യം മാക്രോസ് ഇല്ല എന്നുള്ളതാണ്. അത് പ്രോബ്ലി കൊടുക്കാമായിരുന്നു, എന്നാൽ അതിനകത്തില്ല. എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ മാക്രോസ് എടുക്കാൻ സാധിക്കും, അതിൽ കുഴപ്പമൊന്നുമില്ല. പോർട്രേറ്റ്സ് ലോ ലൈറ്റ് പോർട്രേറ്റ്സ് കുറച്ചുകൂടെ ഷാർപ്നെസ് ലെവൽസ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി. എന്നാലും ഏറെക്കുറെ ഈ ക്യാമറ സെറ്റപ്പ് നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ക്വാളിറ്റി ക്യാമറ സെറ്റപ്പാണ് Xiaomi 14CV ഓഫർ ചെയ്തിരിക്കുന്നത്. ഡിസപ്പോയിന്റിങ് ആവില്ല എന്നുള്ളത് ഒരു ഉറപ്പാണ്, കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ Xiaomi 14 അത്രയ്ക്ക് വരുന്നില്ല. പ്രൈസ് റേഞ്ച് ഓബ്വിയസ്ലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആ റേഞ്ചിൽ വരില്ല. എന്നാലും ഓവറോൾ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് Xiaomi 14CV ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. ഈ ഡിവൈസിൻ്റെ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.